തലസ്ഥാനത്ത് ആശ്വാസമായി വേനൽ മഴ. അടുത്ത 3 മണിക്കൂറിൽ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. ഇടിയും മിന്നലുമുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പും നൽകി. അഖിൽ പാലോട്ടുമടം ചേരുന്നുണ്ട്. അഖിൽ, കൊടും ചൂടിൽ ആശ്വാസമായി വേനൽ മഴ എത്തിയിരിക്കുകയാണ്. ഒപ്പം വരും ദിവസങ്ങളിലും മഴ തുടരുമെന്നാണ് മുന്നറിയിപ്പുള്ളത്. മറ്റെന്തൊക്കെയാണ് വിവരങ്ങൾ? സമയത്ത് ഒരു മീനച്ചൂടിന് ഒരു ആശ്വാസമായി മേടത്തിലേക്ക് കടക്കുന്ന സമയത്ത് ഒരു ആശ്വാസ മഴ പെയ്തിരിക്കുകയാണ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ അങ്ങനെ 4 ജില്ലകളിലാണ് ഇപ്പോൾ യെല്ലോ അലർട്ട് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഒരു ശക്തമായ മഴ തന്നെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം മേടമാസത്തിലേക്ക് കടക്കുമ്പോൾ ഒരു മേടമഴ ഉള്ളതാണ്. അപ്പോൾ ആ മഴ അത് തെക്കൻ കേരളത്തിൽ ഉണ്ടാകാനാണ് കൂടുതൽ സാധ്യത എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഇപ്പോൾ മുന്നറിയിപ്പായി പറയുന്നത്. ശക്തമായ മഴ ഉണ്ടാകാം, അതുപോലെ തന്നെ കാറ്റും ഇടിയും മിന്നലും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ തീരദേശ പ്രദേശത്തും അതുപോലെ തന്നെ മലയോര പ്രദേശത്തും ഒക്കെ താമസിക്കുക, അതായത് തിരുവനന്തപുരം ജില്ലയിലെ അമ്പൂരി ഭാഗങ്ങളിലൊക്കെ മലയോര പ്രദേശങ്ങളിൽ താമസിക്കുന്നവരൊക്കെ കുറച്ച് ജാഗ്രത പാലിക്കണമെന്ന ഒരു നിർദ്ദേശം കൂടി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്നുണ്ട്. പക്ഷേ ഈ മഴയത്ത് ഒരു പ്രശ്നം തിരുവനന്തപുരത്ത് തലസ്ഥാന നഗരിയിൽ പല റോഡുകളും ഇപ്പോഴും റോഡ് പണി നടക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ട് ജനങ്ങൾ അനുഭവിക്കുന്നുണ്ട്. എന്തായാലും ഇത്രയും അധികം ചൂടിന് ഒരു ആശ്വാസമായി വേനൽ മഴ എത്തി എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. രജനി, ശരി, കൊടുംചൂടിലത്തെ ഒരു ആശ്വാസമായിരിക്കുകയാണ്. തലസ്ഥാനത്തുകാർക്ക് തന്നെയാണ് കൂടുതൽ ആശ്വാസമായിരിക്കുന്നത്. എന്തായാലും കനത്ത മഴയായിരുന്നു കഴിഞ്ഞ മണിക്കൂറിൽ തലസ്ഥാനത്ത് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്ത 3 മണിക്കൂറിൽ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. ഇടിയും മിന്നലുമുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. അഖിൽ പാലോട്ടുമടമാണ് വിവരങ്ങൾ പങ്കുവച്ചത്.